അമ്മേ, ഇതുവരെ ഡ്രസ് മാറിയില്ലേ? എന്ത് പറ്റി? അത് നിന്റെ അച്ഛനോട് ചോദിക്ക്. ഒന്നുമില്ല മോളെ, നിന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് പോകാൻ സ്വർണം വേണം. അതെ, അങ്ങനെയൊന്നും പറഞ്ഞ് ചെറുതാക്കണ്ട. ഒരു കല്യാണത്തിന് പോകുമ്പോൾ മാന്യമായിട്ട് പോകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മേ, അച്ഛന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഇല്ലാത്ത സ്വർണം അച്ഛൻ ഇപ്പൊ എവിടുന്ന് കൊണ്ടുവരുന്ന? നീ അച്ഛന്റെ പാവം പിടിച്ചോ. നാളെ നിന്റെ കല്യാണം വരുമ്പം താലിക്ക് പോലും കാശില്ലാതെ നിക്കേണ്ടി വരുമ്പം ഇത് തന്നെ നീ പറയണം. അതിന് ഞാനിപ്പോഴും ആ കല്യാണത്തിന് സമ്മതം പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ കല്യാണത്തിന് വരുന്നില്ല. നിങ്ങളെ അച്ഛനും മോളും കൂടെ അങ്ങ് പോയാ മതി. സുധേ, മൂക്കുകൊണ്ടൊക്കെ ഇട്ടുണ്ട് അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി പറയാനും എനിക്ക് വയ്യ. അമ്മേ, ഇന്ന് അമ്മയുടെ കല്യാണമൊന്നും അല്ലല്ലോ. ആരും അമ്മയുടെ കഴുത്തിലേക്കും കയ്യിലേക്കും ഒന്നും നോക്കാനും പോകുന്നില്ലല്ലോ. ഇന്ന് ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ശ്രീയേട്ടനിലോ അമൃതേച്ചിയിലോ ആയിരിക്കും. അമ്മേ, ഈ സാരി തന്നെയല്ലേ അമ്മ ഇടാൻ വെച്ചിരുന്നത്? ഈ കളർ സാരിക്ക് സ്വർണ്ണവളയേക്കാൾ ഭംഗി ഈ കളറിലുള്ള കുപ്പിവളകളായിരിക്കും. അതുമല്ല, ഒരുപാട് സ്വർണ്ണമൊക്കെ വാരിയിട്ട് നടക്കുന്നതേ പഴഞ്ചൻ ഏർപ്പാടല്ലേ അമ്മ? ഇപ്പൊ സിമ്പിൾ ലുക്കാ ഫാഷൻ. മാളു, നീ എന്നെ സോപ്പിടാനൊന്നും നോക്കണ്ട കേട്ടോ. സ്വർണ്ണാഭരണങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും എന്റെ അമ്മ നല്ല സുന്ദരിയല്ലേ? ഒന്ന് പോകച്ചേ. ആഹാ, അതങ്ങ് ഇഷ്ടപ്പെട്ടല്ലോ. അമ്മ വേഗം പോയി റെഡിയായി വാ, അല്ലെങ്കിൽ ചടങ്ങ് കഴിഞ്ഞാവും നമ്മൾ അവിടെ എത്തുക. ചെല്ല്, പോ. നിനക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചത് ഇതൊക്കെ. ഈ ഒരു ദിവസം എൻ്റെയും നിന്റെ അമ്മയുടെയൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു.